ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൈത്തൺ പ്രോഗ്രാമിൻ്റെ ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ ഒന്ന് മൊത്തമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം. അപ്പോൾ പൈത്തൺ ഈസ് എ ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് വെബ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷനിൽ നമുക്ക് പൈത്തൺ ബാക്ക് എൻഡ് പ്രോഗ്രാമിംഗ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വെബ് ആപ്ലിക്കേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. അടുത്തത് സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ്. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അത് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ, ഗെയിം അങ്ങനത്തെ എന്തെങ്കിലും, ഇപ്പോൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പൈത്തൺ വെച്ചിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. പിന്നെ അടുത്തതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡാറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, പിന്നെ ടാസ്ക് ഓട്ടോമേഷൻ, സയന്റിഫിക് കമ്പ്യൂട്ടിംഗ്, എഡ്യൂക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അത് എവിടെയൊക്കെ ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്: യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ കാര്യങ്ങൾ, നാസ. ഇനി നമുക്ക് കുറച്ച് ബേസിക് ആയിട്ട് നമുക്ക് പൈത്തൺ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പൈത്തൺ പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്ത് തുടങ്ങുമ്പോൾ അത്യാവശ്യം ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ. മൾട്ടിപ്പിൾ ലൈൻ ഓഫ് കമന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡബിൾ കോട്ട്സിൽ 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, അതേപോലെ വെച്ച് എൻഡ് ചെയ്തു. അങ്ങനത്തെ നമുക്ക് സ്റ്റാർട്ടിങ് എൻഡിങ്ങും ഇങ്ങനെ കൊടുക്കാം. സിംഗിൾ ലൈൻ കമന്റ് ആണെങ്കിൽ നമുക്ക് ആഷ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ലൈൻ ബൈ ലൈൻ ആയിട്ടൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ലൈനൊന്നും എക്സിക്യൂട്ട് ചെയ്യാതെ നമുക്ക് പ്രിന്റ് എന്ന് പറഞ്ഞ ഇതിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് പ്രിന്റ് ചെയ്തു. അപ്പോൾ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്തു. പിന്നെ അടുത്തതാണ് ക്രിയേറ്റിംഗ് വേരിയബിൾ. ക്രിയേറ്റിംഗ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സിയിലും C++ലും ഒക്കെ നമ്മൾ കുറേ ഡാറ്റ ടൈപ്പും കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഇൻഡ് എക്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. പൈത്തണിൽ നമുക്ക് ഇവിടെ പറയുന്നുണ്ട്: വേരിയബിൾ ഈസ് ക്രിയേറ്റഡ് ദി മൊമെന്റ് യു ഫസ്റ്റ് അസൈൻ എ വാല്യൂ ടു ഇറ്റ് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട് നോ കമാൻഡ് ഫോർ ഡിക്ലെയറിങ് എ വേരിയബിൾ. എന്ന് വെച്ചാൽ ഒരു കമാൻഡോ ഇതൊന്നും വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ടൈപ്പ് വരുന്നത്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എക്സ് നമുക്ക് പ്രിന്റ് ചെയ്യിച്ചു. എക്സിന്റെ വാല്യൂ 5 ആയിരുന്നു. ഇപ്പോൾ y പ്രിന്റ് ചെയ്യിച്ചപ്പോൾ ഇവിടെ ജോൺ എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്തു. പിന്നെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊരു ഡാറ്റ ടൈപ്പ് വേരിയബിൾ എന്ന് വെച്ചാൽ നമ്മളിതിലൊരു വാല്യൂ ഇപ്പൊ എക്സിൽ 5 ഉണ്ട്. അപ്പൊ എക്സ് str എന്ന് പറഞ്ഞു കൊടുത്താൽ അതിനെ ഒരു സ്ട്രിങ് ആയിട്ട് ഇവിടെ മാറ്റിയിട്ടുണ്ട്. കണ്ടോ, k വിൽ ബി സിംഗിൾ കോട്ട്സിൽ 5 വരും. അപ്പൊ നമുക്കിതൊന്ന് റൺ ചെയ്താൽ ആണോ, ഇത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോഡ്സ് ഒന്നും വരില്ല. ജോൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതൊന്നും വന്നിട്ടില്ല. അതേമാതിരി തന്നെയാണ് 5 ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫ്ലോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 5നെ ഫ്ലോട്ടിംഗ് വാല്യൂ ആക്കിയിട്ട് നമുക്ക് മാറ്റും. ഉണ്ടോ, കേബിനെ ഫ്ലോട്ടായിട്ട് മാറിയിട്ടുണ്ടോ, 0.0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോട്ട് വേരിയബിളിനെ നമുക്ക് ഇൻഡ് ഓഫ് ആ വേരിയബിൾ കൊടുത്താൽ നമുക്ക് അഡീജർ പാർട്ട് മാത്രം നമുക്ക് പ്രിന്റ് ചെയ്യും. പിന്നെ ഗെറ്റ് ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വേരിയബിളിന്റെ ടൈപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഉണ്ടോ, ഫസ്റ്റത്തെ ഇൻറ്റിജറായി, പിന്നെ വൈൻ്റെ സ്ട്രിങ് ആണ്. വൈയിലെ വാല്യൂ നമ്മളിവിടെ ജോണിന് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, അതുകൊണ്ട് ഇവിടെ str എന്ന് പറഞ്ഞു വന്നു. പിന്നെ നമ്മളിവിടെ വേരിയബിളിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വേരിയബിൾ നെയിം ആർക്കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് സ്മോൾ ലെറ്ററിലും ക്യാപിറ്റൽ ലെറ്ററിലും നമുക്ക് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് രണ്ട് വേരിയബിൾ ആയിട്ടാണ് പൈത്തൺ എടുക്കുന്നത്. എക്സ് എന്ന് പറഞ്ഞിട്ട് 10. അപ്പൊ എക്സിന്റെ വാല്യൂ ഒരു ഇൻറ്റിജർ വാല്യൂ അസൈൻ ചെയ്തു. ക്യാപിറ്റൽ എക്സിൽ നമ്മളിപ്പോ കൊടുത്തിട്ടുള്ള ഡബിൾ കോഡ്സിൽ ലോജിക് ലാബ് എന്ന് കൊടുക്കും. അപ്പൊ ഇതിനെ നമ്മൾ ഒരു സ്ട്രിങ് ആയിട്ടാണ് പൈത്തൺ എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് വേരിയബിൾ ആയിട്ടാണ് പൈത്തൺ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ നമ്മൾ സ്മോൾ ലെറ്റർ നമ്മൾ പ്രിന്റ് ചെയ്യിച്ചു, ക്യാപിറ്റൽ ലെറ്റർ എക്സ് പ്രിന്റ് ചെയ്യിച്ചപ്പോൾ നമുക്ക് ലോജിക് ലാബ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തു. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഗ്ലോബൽ വേരിയബിൾ. എം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വാല്യൂ കൊടുത്തു.
അപ്പോൾ നമ്മൾ ഗ്ലോബൽ വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫംഗ്ഷന്റെ ഔട്ട് സൈഡ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് എല്ലാ ഫംഗ്ഷനിലും ആ വേരിയബിൾ നമുക്ക് യൂസ് ചെയ്യാം. ലോക്കൽ വേരിയബിൾ ആണെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ ഡിക്ലെയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ജസ്റ്റ് നമ്മളിപ്പോ ഇതിനെ കുറിച്ചൊരു മൊത്തമായിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഇങ്ങനെ റൺ ചെയ്ത് കാണുന്നത്. അപ്പോൾ ഇതില് നമുക്ക് ഇതിന്റെ ഓരോ കാര്യങ്ങളും ഫംഗ്ഷൻ എന്താണ്, എങ്ങനെയാണ് വേരിയബിൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് അത് കൊടുത്തപ്പോ ഫംഗ്ഷനിൽ കയറി അത് എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്തു. പൈത്തൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രിന്റ് ചെയ്തു. പിന്നെ പൈത്തൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. പൈത്തണിൽ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലസ്, മൈനസ്, ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡുലോ ഡിവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എക്സ് പ്ലസ് 5 എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന്റെ വാല്യൂ 5 ആണ്. അതിൽ നമ്മൾ എക്സിന്റെ വാല്യൂ ഇവിടെ 10 ആണ്. 10 ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് 5 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. 15 എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്തു. പിന്നെ പൈത്തൺ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു സെയിം വേരിയബിളിൽ തന്നെ മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് കൊടുക്കാം. എന്ന് വെച്ചാൽ ജസ്റ്റ് അറേ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ ലിസ്റ്റിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ജസ്റ്റ് നമ്മൾ ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ ബേസിക് ആയിട്ട് നോക്കുന്നത്. അപ്പൊ നമ്മൾ മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്തു. പ്രിന്റ് മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അത് മൊത്തമായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് വന്നു. ആപ്പിൾ, ബനാന, ചെറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രിന്റ് ചെയ്തു. പ്രിന്റ് ലെങ്ത് ഓഫ് മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത്, അതിൽ എത്ര വാല്യൂസ് ഉണ്ട് അതിന്റെ ലെങ്ത് വന്നു. പിന്നെ നമുക്ക് സിംഗിൾ വാല്യൂസ് ആയിട്ട് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് അതിന്റെ ഇൻഡെക്സ് ഇവിടെ കൊടുത്താൽ മതി. അപ്പൊ നമ്മള് സീലൊക്കെ അറിയാവുന്ന കൺസെപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ 1 കൊടുത്താൽ ഇത് 1 എന്ന് പറഞ്ഞാൽ ഈ ബനാന എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യും. അവിടെ സ്റ്റാർട്ട് ഫ്രം 0 നമുക്ക് പറഞ്ഞാൽ ഇവിടെ പറയുന്നത്. ഇതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസും ഇതിൽ തന്നെ ലിസ്റ്റിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിലൊരു വേറെ വാല്യൂ നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് അടുത്ത ലാസ്റ്റ് ആയിട്ട് എൻഡിൽ കൊടുക്കണമെങ്കിൽ അപ്പൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വാല്യൂ കൊടുക്കാം. അപ്പോൾ നമ്മളൊരു അപ്പൻഡ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കൊടുത്തു. ഓറഞ്ച് കൊടുത്ത് നമ്മൾ പ്രിന്റ് ചെയ്തപ്പോൾ കണ്ടോ ഇതിലൊരു വാല്യൂ കൂടി ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്, ലൂപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ അതിൽ വരുന്നത് പൈത്തണിൽ ഈഫ് എൽസ്, ഈഫ് ഉണ്ട്, ഈഫ് എൽസ് ഉണ്ട്, എൽസ് ഈഫ് ഉണ്ട്. ഈഫിന്റെ അകത്ത് ഈഫ് കൊടുക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഈഫിന്റെ അകത്ത് ഈഫ് എൽസ് കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതിന്റെ ഇവിടെ ഈക്വൽസ് എങ്ങനെ ചെക്ക് ചെയ്യാൻ, നോട്ട് ഈക്വൽസ് എങ്ങനെ ചെക്ക് ചെയ്യാൻ, ലെസ് ദാൻ എങ്ങനെ ലെസ് ദാൻ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് സപ്പോർട്ട് യൂഷ്വൽ ലോജിക്കൽ കണ്ടീഷൻ ഫ്രം മാത്തമാറ്റിക്സ് പറഞ്ഞിട്ട് അങ്ങനത്തെ കുറെ ഇതാണോ. സെറ്റ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ ഇവിടെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ സെപ്പറേറ്റ് ഓരോന്നെടുത്ത് പഠിച്ചതും അതിന്റെ വീഡിയോസും ഒക്കെ ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ നമ്മളത് മൊത്തമായിട്ട് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഓരോന്നോരോന്ന് അങ്ങനെ ഒക്കെ ഒരു പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പൊ സെറ്റ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ സെറ്റ് ആണോ ചെക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ സെറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. സെറ്റിന്റെ വാല്യൂ 5 ആണ്, എക്സിന്റെ വാല്യൂ നമ്മൾ 10 ആണ്. ഇവിടെ എക്സിന്റെ വാല്യൂ നമുക്ക് 10 ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഈ കണ്ടീഷൻ പ്രൂവ് ആണ്. അപ്പൊ നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. കണ്ടോ, എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ സെറ്റ് എന്ന് പറഞ്ഞിട്ട് എക്സ് ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഒന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സ് ആണ് വരേണ്ടത്. ഇത് ഒന്നും കൂടി കമ്പയർ ചെയ്താൽ വരും. അടുത്തത് നമ്മൾ 5 ഗ്രേറ്റർ ദാൻ 2 ആണ് നോക്കി. അപ്പോൾ ഇവിടെ നമുക്ക് പ്രിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5 ഈസ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ലൈൻ എങ്ങനെ കൊടുക്കാന്ന് ഇവിടെ നോക്കി. കണ്ടോ, 2 ലൈൻ ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലെസ് ദാൻ വാല്യൂ കൊടുക്കുന്ന വെച്ചാൽ നമുക്കവിടെ ലെസ് ദാൻ ഈ എൽസിലേക്ക് വരും. അപ്പോൾ ഈ ഒരു സ്പേസ് ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഇതിന്റെ ഗ്രൂപ്പ് ഓഫ് ലൈൻസ് നമ്മൾ ഇതിൽ നോക്കുന്നത്. അടുത്ത ഈഫ് വരുമ്പോൾ അതിന്റെ ഈഫ് ഇവിടെ വന്നു, സ്പേസിൽ ഇതിങ്ങനെ എത്ര ലൈൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. പിന്നെ അടുത്ത വാല്യൂ എ ഈക്വൽ ടു 33 എന്ന് പറഞ്ഞാൽ ബി ഈക്വൽ ടു 33. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ബി ഗ്രേറ്റർ ദാൻ എ ആണോ നോക്കി. ബി ഗ്രേറ്റർ ദാൻ എ ആണോ നോക്കി. അല്ല, അടുത്തത് ബി ഈക്വൽ ടു എ ആണോ,
എ ഈക്വൽ ടു ബി ആണോ എന്ന് കൂടി നോക്കി. അപ്പൊ നമ്മളിതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേറെ രണ്ട് വാല്യൂസ് ചേഞ്ച് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇവിടെ അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ എൽസ് ഇഫിലേക്ക് വന്നു. അതിൽ ചെക്ക് ചെയ്തപ്പോൾ എയും ബിയും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എ ആൻഡ് ബി ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് പൈത്തണിലുള്ള വൈൽ ലൂപ്പാണ്. വൈൽ ലൂപ്പിൽ ഇവിടെ ഐ ലെസ് ദാൻ 6 ആണോ ചെക്ക് ചെയ്തു. പിന്നെ അതിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഒരു സ്പേസ് വെച്ചിട്ടാണ് ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് നോക്കുന്നത്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ഈ വൈൽ ലൂപ്പിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ നമ്മള് കണ്ടീഷൻ കൊടുത്തു. അപ്പൊ വേണ്ടോ ഫസ്റ്റ് 1 പ്രിന്റ് ചെയ്തു, അതിന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു, 2 പ്രിന്റ് ചെയ്തു. വേണ്ടോ അങ്ങനെ 5 വരെ ഇത് പ്രിന്റ് ചെയ്തു. വേണ്ടോ ഇനി അടുത്തത് പൈത്തണില് ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞ ഇത് വരുന്നത്. അപ്പോൾ അവിടെ നമ്മള് എക്സ് ഇൻ എന്ന് പറഞ്ഞിട്ട് മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ എക്സിലേക്ക് മൈ ലിസ്റ്റിലുള്ള ഓരോ വാല്യൂസും കൊടുത്ത് അത് എന്ത് ചെയ്തു, ആപ്പിൾ ഫസ്റ്റ് പ്രിന്റ് ചെയ്യിച്ചു, പിന്നെ അടുത്തത് പ്രിന്റ് ചെയ്യിച്ചു. ഉണ്ടോ പിന്നെ അടുത്ത ലൂപ്പില് ഫോർ ലൂപ്പില് 1 to 10 എങ്ങനെ പ്രിന്റ് ചെയ്യിക്കാൻ നോക്കി. അപ്പൊ ഇവിടെ സ്റ്റാർട്ടിങ് കൊടുത്തു, പിന്നെ എൻഡ് ഏത് വരെ ഇത് കൊടുത്താല് 11th വരെ 10th വരെ നമുക്ക് പ്രിന്റ് ചെയ്യിച്ചു. പിന്നെ കോമ കൊടുത്തിട്ട് നമ്മള് ഒരു 1 കൊടുത്താൽ 1+ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ നമ്മൾ ഇൻക്രിമെന്റ് എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇവിടെ 2 വെച്ചിട്ടാണോ ഇൻക്രിമെന്റ് ചെയ്യേണ്ടത് വെച്ചാൽ കോമ വെച്ച് കൊടുത്താൽ മതി. അപ്പൊ അതിന്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫോർ ലൂപ്പിന്റെ. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കേട്ടോ റേഞ്ച് കൊടുത്തപ്പോ അപ്പൊ 10 കഴിഞ്ഞപ്പോ അത് ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി. പിന്നെ അടുത്തത് പൈത്തൺ ഫംഗ്ഷൻ. അപ്പൊ വെച്ചാല് DF എന്ന് പറഞ്ഞ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ മൈ ഫംഗ്ഷൻ, നമുക്ക് ഫംഗ്ഷന്റെ ഇത് നമുക്ക് ഇഷ്ടമുള്ള പേര് ഇവിടെ കൊടുക്കാം. പിന്നെ ഫംഗ്ഷൻ എങ്ങനെ കോൾ ചെയ്യാം വെച്ചാൽ ഫംഗ്ഷൻ നെയിം ബ്രാക്കറ്റിൽ നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യാം. പിന്നെ ഫംഗ്ഷനിൽ ഒരുപാട് ഓപ്ഷൻസ് നോക്കാനുണ്ട്. അപ്പൊ ജസ്റ്റ് എന്താണ് ഫംഗ്ഷൻ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഇതിലൂടെ നോക്കാം. അപ്പോൾ പൈത്തണോടെ പ്രിന്റ് ചെയ്യിച്ചു. പിന്നെ അറേ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വേരിയബിളിന്റെ അകത്ത് മൾട്ടിപ്പിൾ വാല്യൂ എന്നുവെച്ചാൽ മോർ ദാൻ 1 വാല്യൂ അറ്റ് എ ടൈം എന്നുവെച്ചാൽ ഇവിടെ പറയുന്നുണ്ട് മോർ ദാൻ 1 വാല്യൂ അറ്റ് എ ടൈം എന്നുവെച്ചാൽ ഒരു വേരിയബിളിന്റെ അകത്ത് ഒരു സമയം ഒന്നിൽ കൂടുതൽ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാം. അപ്പൊ ഇവിടെ കാർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു 0 to പൊസിഷനിൽ നമ്മൾ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ വാല്യൂ മൊത്തം പ്രിന്റ് ചെയ്തു. പിന്നെ അതിന് ശേഷം നമ്മൾ 0 to പൊസിഷനിലുള്ള വാല്യൂ 0th ഇൻഡെക്സിലുള്ള വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്തു, മൊത്തം പ്രിന്റ് ചെയ്യിച്ചു. അതിനുശേഷം നമ്മൾ ആ ഒരു വാല്യൂ മൊത്തം പ്രിന്റ് ചെയ്യിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി. അപ്പോൾ ഫോർ ലൂപ്പിന്റെ അകത്ത് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഈ ബ്രാക്കറ്റിന്റെ അകത്ത് ഇപ്പോൾ 2 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം നമുക്ക് കൊടുക്കാം. പിന്നെ കുറെ ഇപ്പോൾ ലിസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് കൊടുത്തു, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അറിയാൻ പ്രിന്റ് ചെയ്യുന്നത്, ഈഫ് എൽസ് എങ്ങനെ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ലിസ്റ്റിന്റെ കുറച്ച് കാര്യങ്ങൾ, ലിസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഓപ്പറേറ്റേഴ്സ്, ഗ്ലോബൽ വേരിയബിൾ എങ്ങനെ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ വേരിയബിൾസ്, ടൈപ്പ് കാസ്റ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കമന്റ് എങ്ങനെ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. സിംഗിൾ ലൈൻ എങ്ങനെ, മൾട്ടിപ്പിൾ ലൈൻ എങ്ങനെ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നോക്കി. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇതിന്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എൻവയോൺമെന്റ് വേരിയബിൾ എങ്ങനെ, പൈത്തണിൽ എങ്ങനെ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, താങ്ക് യു.